നമസ്കാരം. പ്രധാന വാർത്തകൾ. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നു. നാളെ വൃശ്ചികം 1. റാന്നി വൈക്കം ഗവൺമെന്റ് UP സ്കൂൾ വക സ്ഥലം അളന്നു തിട്ടപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമടക്കം സമരത്തിലേക്ക്. തെള്ളിയൂർ വൃശ്ചികവാണിഭം നാളെ ആരംഭിക്കും. രാവിലെ 9-ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് TN ഉപേന്ദ്രനാഥ് കുറുപ്പ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ ആകില്ലെന്ന് സുപ്രീം കോടതി. സാമ്പത്തിക നയത്തിൽ ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് TS ഡാക്കൂർ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. നോട്ട് നിരോധനം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കവേ ആണിത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി നവംബർ 25-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പിൻവലിച്ചതുമൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് നേരിടുവാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നല്ല കാര്യമാണെങ്കിലും മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ ATMകളിൽ നിന്ന് 2000 രൂപയുടെ നോട്ടുകൾ ലഭിച്ചു തുടങ്ങി. പുതുതായി പുറത്തിറക്കിയ നോട്ടിന്റെ വലിപ്പത്തിൽ വ്യത്യാസമുള്ളതിനാൽ സോഫ്റ്റ്വെയർ ക്രമീകരിച്ച പണം നിറയ്ക്കുവാൻ ഓരോ ATMകളിലും 3/4 മണിക്കൂറോളം വേണ്ടിവരും. ഓരോ ATMകളിലായി ഇത്തരത്തിൽ ക്രമേണ 2000 രൂപ ലഭ്യമാക്കുവാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ടോടെ എത്തിയിട്ടുള്ള 500 രൂപകൾ നാളെ ATMകളിൽ നിറയ്ക്കും. ഇപ്പോഴുള്ള പ്രതിസന്ധി കുറയുമെന്നാണ് ഇതിലൂടെയുള്ള സൂചന. മതസൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക പശ്ചാത്തലമാണ് പത്തനംതിട്ടയുടേതെന്ന് ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ്. ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ വാവരുപള്ളി സന്ദർശിക്കുന്നു. ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷന് സമൂഹത്തിന്റെ ആകെ സാംസ്കാരിക ഉന്നമനത്തിനും മൂല്യബോധത്തിനും പ്രയോജനപ്പെടുന്ന വേദി എന്ന സ്ഥാനമാണുള്ളത്. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് സനാതന ഹിന്ദുധർമ്മം ചർച്ച ചെയ്യുന്നതിലൂടെ എല്ലാ സംസ്കാരങ്ങളെയും വിശ്വാസധാരകളെയും സാംശീകരിക്കുന്നതിനുള്ള പ്രേരണ നൽകുന്നു. മതസഹിഷ്ണുതയാണ് ഈ വിശ്വാസ കേന്ദ്രങ്ങളുടെ എല്ലാം മുഖമുദ്ര. അതിൽ വർഗീയതയുടെ വിഷം കലർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ചെറുക്കണം. അനന്യമായ ഒരു സാംസ്കാരിക മാതൃകയാണ് ആറന്മുള വള്ളംകളിയിൽ കാണാൻ കഴിയുന്നത്. വള്ളംകളി ദിവസം പമ്പയുടെ ഇരുകരകളിലുമുള്ള ഭവനങ്ങളിൽ ജാതിമത ഭേദം കൂടാതെ അതിഥികളെ സ്വീകരിച്ച വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകുന്നു. പരുമലയിലും മഞ്ഞിനിക്കരയിലും തീർത്ഥാടകരെ നാടൊന്നിച്ചു വരവേറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നു. വാസ്തുവിദ്യാ രംഗത്തും കരകൗശല രംഗത്തും ആറന്മുളയുടെ പൈതൃകം ലോക പ്രശസ്തമാണ്. മണ്ണടിയിലെ വേലുത്തമ്പി ദളവ സ്മാരകം പൈതൃക കേന്ദ്രങ്ങളിൽ മുൻപന്തിയിലുണ്ട്. കവിതയുടെയും സാഹിത്യത്തിന്റെയും രംഗത്തും ജില്ലയ്ക്ക് എടുത്തു പറയുവാൻ ഏറെയുണ്ട്. ജില്ലയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചരിത്രപരമായി സംഘകാലത്തോളം പിന്നിലേക്ക് എത്തുന്നുണ്ടെന്നും മന്ത്രി മാത്യു ടി തോമസ് ആറന്മുളയിൽ പറഞ്ഞു. ഇനിയൊരു ഇടവേള. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. വാർത്തകൾ തുടരുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നു. നാളെ വൃശ്ചികം 1. 68 നാൾ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലത്തിനായി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശബരിമല ക്ഷേത്ര തുറന്നു. ആദ്യം 18ാം പടി കയറിയെത്തിയത് പുതിയ മേൽശാന്തിമാരായ TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പുതുമന മനു നമ്പൂതിരിയും.
പുറപ്പെടാശാന്തിയായി അയ്യപ്പ സന്നിധിയിൽ 1 വർഷം കഴിച്ചുകൂട്ടാനുള്ള തയ്യാറെടുപ്പുമായി ഇരുവരും ഭക്തിയുടെ ഇരുമുടിക്കെട്ടുമേന്തി വലിയ സംഘത്തോടൊപ്പമാണ് എത്തിച്ചേർന്നത്. സ്ഥാനമൊഴിയുന്ന മേൽശാന്തിമാരായ SC ശങ്കരൻ നമ്പൂതിരി നട തുറന്ന ശേഷം 18-ാം പടി ഇറങ്ങി ആഴി തെളിച്ചു. തുടർന്ന് പുതിയ മേൽശാന്തിമാരെ കൈപിടിച്ചു കയറ്റി. വൈകിട്ട് 6 മണിയോടെയാണ് പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം നടന്നത്. നാളെ പൂജകൾ ആരംഭിക്കും. എല്ലാ ദിവസവും പുലർച്ചെ 4-ന് നട തുറക്കും. 4:30 മുതൽ 11:30 വരെ നെയ്യഭിഷേകമുണ്ടാകും. മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ 26-ന് രാത്രി 10-ന് നടയടയ്ക്കും. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ഗ്രാമ ന്യായാലയം നവംബർ 19-ന് പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 11-ന് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K. ഹരിലാൽ ഗ്രാമന്യായാലയം ഉദ്ഘാടനം ചെയ്യും. രാജു എബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PG കുര്യൻ മുഖ്യാതിഥിയായിരിക്കും. തിരുവിതാംകൂർ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള തീർത്ഥാടന സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. നാനാജാതി മതത്തിൽപ്പെട്ടവർക്ക് ആശ്രയമരുളുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് ശബരിമല. അയ്യപ്പനും ഭക്തനും ഒന്നാകുന്ന അപൂർവ സംഗമസ്ഥാനമാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം ഏതൊരു ഭക്തനെയും സാൻമാർഗിക ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭക്തി കേന്ദ്രം കൂടിയാണ് ശബരിമലയെന്ന് തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശബരിമല തീർത്ഥാടന സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. സേവന കേന്ദ്രത്തിൽ ഒരു സന്ദേശം ലോകത്തിന് മുമ്പിൽ നൽകുവാനുണ്ട്. വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഇവിടെ എത്തുന്നവരെ മുഴുവൻ അതിഥികളായി സ്വീകരിച്ച് അവരെ സംതൃപ്തിയോടുകൂടി അവരെ യാത്രയാക്കുക. അത് ഈ 2 മാസക്കാലം ഇവിടെ നടത്തുക. അതിനുവേണ്ടി ഒരു സേവന സംഘടന പ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രമാണ് ഇത് നിലനിൽക്കുക. വാസ്തവത്തിൽ ഇത് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ വികാസത്തെയാണ് കാണിക്കുന്നത്. ശരിയായ വികസനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികസനമാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിന് പോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ TN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളുടെ ഒരു അന്നദാന പ്രഭുവായ ശ്രീനാഥപ്രസാദിന്റെയും ദേവിയുടെയും കൃപാവിലാശം കൊണ്ട് ഈ എല്ലാ ദിവസവും അന്നദാനവും മറ്റുമെല്ലാം ഭംഗിയായി നടക്കുവാൻ വേണ്ടി എല്ലാ അനുഗ്രഹവും സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. മാനവസേവ മാധവസേവയാണെന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്ന ആധ്യാത്മിക സംഗമസ്ഥാനമാണ് ശബരിമല. 18 പടികളും 18 തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അപൂർവ ക്ഷേത്രമാണ് ശബരിമലയെന്നും മേൽശാന്തി പറഞ്ഞു. പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. രാജു എബ്രഹാം MLA മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ നാനാഭാഗത്തും അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകം തീർത്ഥാടകരാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തീർത്ഥാടനത്തിന്റെ ഭാഗമായി എത്തിച്ചത്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ഉറുതിവെക്കാനും അതുപോലെ തന്നെ ദർശനം സുഗമമായി കാണാനുമുള്ള സംവിധാനങ്ങളാണ് സർക്കാരും ദേവസ്വം ബോർഡും വിവിധ ഹൈന്ദവ സംഘടനകളും ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ഗിരിജ മധു, ശശികല രാജശേഖരൻ, TC കുട്ടപ്പൻ നായർ, രാജേഷ് ആനമാടം, ശ്രീനി ശാസ്താംകോവിൽ, KK ഭാസ്കരൻ നായർ, ബിനോയ് കുര്യാക്കോസ്, B സുരേഷ്, അഡ്വക്കേറ്റ് ജയവർമ്മ, KI ശ്രീധരൻ, V ചെല്ലപ്പൻ, PS ഭാർഗവൻ, TS സോമൻ, KP ദാമോദരൻ, ജഗദമ്മ രാജൻ, ഓമന മോഹനൻ, KP സോമൻ, PN കുമാരൻ എന്നിവർ പ്രസംഗിച്ചു. അന്നദാന വിതരണം NSS റാന്നി താലൂക്ക് യൂണിയൻ സെക്രട്ടറി V ഷാബു നിർവഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ S ദേവി, BAMS MD. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ഫോൺ 9447463103. വാർത്തകൾ തുടരുന്നു. റാന്നി വൈക്കം ഗവൺമെന്റ് UP സ്കൂൾ വക സ്ഥലം അളന്നു തിട്ടപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമടക്കം സമരത്തിലേക്ക്. കഴിഞ്ഞ 5 വർഷമായി താലൂക്ക് ഓഫീസിൽ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി നൽകുവാൻ അപേക്ഷ നൽകിയിട്ടും ഫലം ഉണ്ടായില്ലെന്ന് സ്കൂൾ അധികാരികൾ.
റാന്നി വൈക്കം ഗവൺമെന്റ് യു പി സ്കൂളിന് 1 ഏക്കർ 8 സെന്റ് സ്ഥലം 3 പേരിൽ നിന്ന് ദാനമായി ലഭിച്ചതിന്റെ രേഖകളാണ് ഉള്ളത്. ഇതിൽ 12 സെന്റ് സ്ഥലം റോഡ് വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി നൽകുന്നതിനായി താലൂക്ക് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുകയും താലൂക്ക് വികസന സമിതികളിൽ പരാതി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി അപേക്ഷിച്ചിട്ടും ഫലം ഉണ്ടായിട്ടില്ലെന്ന് PTA പ്രസിഡന്റ് PK ബിനു പറയുന്നു. റാന്നി വൈക്കം ഗവൺമെന്റ് UP സ്കൂളിന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരണമെന്ന് റാന്നി തഹസീൽദാരോടും അതോടൊപ്പം തന്നെ താലൂക്ക് വികസന സമിതിയിലും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഒറ്റ വിഷയമേ ഉള്ളൂ. ഞങ്ങൾക്ക് 1 ഏക്കർ 8 സെന്റ് സ്ഥലം 3 പേര് ദാനമായിട്ട് നൽകി. ആ സ്ഥലം കണ്ടെത്തി എവിടെയാണെന്ന് വെച്ചാൽ കണ്ടെത്തി തരിക. ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വലിയ തോതിലുള്ള അട്ടിമറിയാണ് ഉദ്യോഗതലത്തിൽ നടക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പൗരന് ആവശ്യപ്പെട്ടാൽ പണമടച്ച് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തേ പറ്റും. എന്നാൽ 5 വർഷമായിട്ട് പോലും ആവശ്യപ്പെട്ടിട്ട് തയ്യാറല്ല. കഴിഞ്ഞ 2 താലൂക്ക് വികസന സമിതിയിലും ഈ വിഷയം ഉന്നയിച്ച് കത്ത് PTA കൊടുത്തിരുന്നു. അതവിടെ വായിക്കുകയും ചെയ്തിരുന്നു. പത്രമാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ റിപ്പോർട്ടും വന്നിരുന്നു, അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ, നിങ്ങളുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തേണ്ട കാര്യമില്ല, കോമ്പൗണ്ടെല്ലാം നിങ്ങളുടെയാണ്. എന്നാൽ അതേ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഇവിടെ എത്തി ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കടന്ന് നമ്മുടെ സ്കൂളിൻ്റെ പുറവശത്ത് അവരെ കോൺക്രീറ്റ് ചെയ്ത് അവരുടെ തിരുവാഭരണ പാതയുടെ സ്ഥലമാണെന്ന് ആവശ്യപ്പെട്ടു. ദയവായിട്ടൊന്ന് മനസ്സിലാക്കുക, തിരുവാഭരണ പാതയ്ക്കൊന്നും ഇവിടുത്തെ PTO വികസന സമിതിയോ നാട്ടുകാരോ ജനപ്രതിനിധികളോ ഒന്നും എതിരല്ല. തിരുവാഭരണ പാത എവിടെയൊക്കെ കയ്യേറിയിട്ടുണ്ടോ അതൊക്കെ പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. എന്നാൽ റാന്നി വൈക്കം ഗവൺമെൻറ് UP സ്കൂൾ 200ഓളം കുട്ടികൾ പഠിക്കുന്ന രാജ്യാന്തര നിലവാരത്തിൽ എത്തപ്പെടാൻ പോകുന്ന ഒരു സർക്കാർ സ്കൂൾ എന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരാമോ? ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറി കയ്യേറുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് യാതൊരു സംശയവുമില്ല. സ്കൂളിനോട് ചേർന്ന തിരുവാഭരണ പാത കടന്നുപോകുന്നതിൽ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തേണ്ടി വരുന്നതിനാൽ താലൂക്ക് ഓഫീസ് അധികാരികൾ സ്ഥലത്തെത്തിയത് സ്കൂൾ അധികൃതർ തടഞ്ഞിരുന്നു. നിലവിൽ സ്കൂൾ കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്നത് 54 സെന്റ് സ്ഥലം മാത്രമായാണ്. ബാക്കി വരുന്ന സ്ഥലം അളന്നു തിരിച്ച സ്കൂളിന് നൽകുന്നതുവരെയും പ്രതിഷേധവും താലൂക്ക് ഓഫീസ് പടിക്കൽ നിരാഹാര സത്യാഗ്രഹവും ഇരിക്കുമെന്നും PTA പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് കല്ലിട്ട് എവിടെയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ 1 ഏക്കർ സ്ഥലം എന്ന് കണ്ടുപിടിച്ച് തരാതെ ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറില്ല. മാത്രമല്ല, ഈ സ്കൂള് ഉന്നത നിലവാരത്തിലെത്തുന്ന ഒരു സ്കൂളാണ്. ബഹുമാനപ്പെട്ട MLA നൽകിയിരിക്കുന്ന 1 കോടി രൂപയുടെ പ്രോജക്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 200 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഉണ്ട്. ഏറ്റവും ഉന്നത നിലവാരത്തിലാണ്. അന്തർദേശീയ നിലവാരത്തിലേക്ക് ഈ സ്കൂൾ അടുത്ത 1 വർഷം കൊണ്ട് ഉയർത്തപ്പെടാൻ പോകും. ഇവിടെ പഠിക്കുന്ന കുട്ടികളിലെ 90% പാവപ്പെട്ട കുട്ടികൾ. ഞങ്ങൾ രാഷ്ട്രീയത്തിനും മതത്തിനുമൊക്കെ അതീതമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതിന് ഇവിടുത്തെ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെയും പിന്തുണ വേണം, BJPയുടെയും പിന്തുണ വേണം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും, CPM ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി നാളെ നടക്കുന്ന സമരത്തിൽ പിന്തുണ നൽകി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരണം എന്ന് ഞങ്ങൾ വളരെ ആവശ്യപ്പെടുന്ന ഒരു സമരമാണ് നാളെ നടക്കുന്നത്. അങ്ങനെ നൽകുന്നില്ല എങ്കിൽ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ മരണം വരെ ഈ സ്കൂളിൻ്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരുന്നത് വരെ മരണം വരെ സത്യാഗ്രഹം നിരാഹാര സമരം ആരംഭിക്കുമെന്നതും ഉദ്യോഗസ്ഥരെ പ്രത്യേകമായിട്ട് ധരിപ്പിക്കും. സ്കൂളിന്റെ വകയായി കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഇളക്കിയാണ് ഇപ്പോൾ തിരുവാഭരണ പാതയുടെ സ്ഥലം അളന്ന് കല്ലിടിൽ നടത്തിയിട്ടുള്ളത്. 1 ഏക്കർ 8 സെന്റ് സ്ഥലം രേഖയിൽ വരുന്ന സ്കൂളിന് 54 സെന്റ് സ്ഥലം മാത്രം ആയി ചുരുങ്ങിയത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമവും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മുന്നറിയിപ്പ്. റാന്നി ബ്ലോക്കിൽ പരമ്പരാഗത കൃഷി വികാസ് യോജന 2016-17 ഭാഗമായി നടപ്പിലാക്കുന്ന ജൈവ സർട്ടിഫിക്കേഷന്റെ കീഴിൽ വരാൻ താൽപ്പര്യമുള്ള കർഷകർ നവംബർ 19-ാം തീയതിക്ക് മുൻപ് അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടോണി ജോൺ അറിയിച്ചു. ഇരുളിന്റെ മറവിൽ ഇട്ടിയപ്പാറ ടൗണിൽ പോലും മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സർക്കാർ തന്നെ കർക്കശമാക്കിയിട്ടും ഫലം ഉണ്ടാകുന്നില്ല. റാന്നിയുടെ വിവിധ പ്രദേശങ്ങളിലെ വനമേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ വനമേഖലയിലെ മാലിന്യ നിക്ഷേപകർ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. റാന്നിയുടെ തെരുവ് വിളക്കിന്റെ ദാരിദ്ര്യം മൂലമോ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ല എന്ന് നനച്ചോ ഇത്തരക്കാർ പൊതുനിരത്തുകളിൽ തന്നെ മാലിന്യം നിക്ഷേപിച്ചു നീങ്ങുകയാണ്. സ്കൂളുകളുടെയും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെയും സമീപത്ത് തന്നെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നതിൽ നാട്ടുകാർ പരാതിപ്പെടുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതിലേക്കൂടെ മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുകയും മാലിന്യങ്ങൾ ഈ സൈഡിൽ കൂടെ നിക്ഷേപിക്കുകയാണ്. ഇവിടെ സ്ഥിരം ഇതാണ്. ഇവിടെ കുറേ ആഴ്ചകൾക്ക് മുമ്പേ ഇതേ രീതിയിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുകയും തെരുവ് നായ്ക്കൾ ഇവിടെ വന്ന്
കടിച്ചു തിന്നുകയും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിരന്തരമായിട്ട് ഒരു ശല്യമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ തടയുക. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പൊതുകാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് പല പത്രമാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയും ഇത് മാലിന്യങ്ങൾ വലിച്ചെറിയല്, മാംസങ്ങൾ വലിച്ചെറിയലെന്ന് പറയുന്നു. തെരുവ് നായ്ക്കൾ തന്നെ ഇവിടെ തെരുവ് നായ്ക്കളില്ലായിരുന്നാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് തന്നെ തെരുവ് നായ്ക്കളെ 10-15 തെരുവ് നായ്ക്കൾ ഇവിടെ വന്ന് അവശിഷ്ടങ്ങൾ തിന്നു കുടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കുക. പഞ്ചായത്തുകാർ അധികൃതർ ശ്രദ്ധയ്ക്ക് വേണ്ടി പഞ്ചായത്തുകാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. മാലിന്യങ്ങളെ ജൈവം, അജൈവം എന്നിങ്ങനെ വേർതിരിച്ച് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സംസ്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മാലിന്യം നിക്ഷേപിക്കുവാനായി സ്ഥല സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് നിരത്തുകൂടി കൈയടക്കുകയാണ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ സർക്കാർ കർശന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പോലീസിൽ പരാതിപ്പെടുന്ന മാത്രയിൽ അന്വേഷണം ശക്തമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണോ ഇരുളിന്റെ മറവിൽ മാലിന്യം വലിച്ചെറിയാൻ എത്തുന്നത് എന്നാണ് സംശയം. ജൈവ പച്ചക്കറി കൃഷിയുടെ കാർഷിക സെമിനാറും തൈവിതരണവും വൈക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ നടക്കും. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരന്റെ അധ്യക്ഷതയിൽ റാന്നി ബ്ലോക്ക് പ്രസിഡന്റ് ഗിരിജാമത് ഉദ്ഘാടനം നിർവഹിക്കും. മങ്കൊമ്പ് കീട നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നുള്ള മാത്യൂസ് എബ്രഹാം സമഗ്ര ജൈവ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. റാന്നി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടോണി ജോൺ പദ്ധതി വിശദീകരണം നടത്തും. പച്ചക്കറി തൈ വിതരണവും പ്രത്യേക സ്റ്റാളും ഉണ്ടായിരിക്കുന്നതാണ്. കാണുവാനില്ല. ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റ് ഗാർഡ് മക്കപ്പുഴ കാച്ചാണത്ത് PK ചാക്കോ മരുമകൻ ജാക്സനെ നവംബർ 4 മുതൽ കാണുവാനില്ല. 34 വയസ്സ്, വെളുത്ത നിറം, 6 അടി ഉയരം. കാണാതാകുമ്പോൾ കറുത്ത ജീൻസും ചാരനിറത്തിലുള്ള ഷർട്ടും ധരിച്ചിരുന്നു. മനോദൗർബല്യമുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ റാന്നി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഫോൺ റാന്നി പോലീസ് സ്റ്റേഷൻ 04735 227626. സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാന്നി 9497987055. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാന്നി 9497980255. ഒരു ഇടവേള കൂടി. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാലത്തിന് സമീപം, റാന്നി. വാർത്തകൾ തുടരുന്നു. തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം നാളെ ആരംഭിക്കും. രാവിലെ 9-ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. കറിച്ചട്ടിയും ചിരട്ടത്തവിയും അടപലകയും അടച്ചൂറ്റിയും എല്ലാം പഴമയുടെ സ്മരണയുയർത്തി കാണണമെങ്കിൽ തെള്ളിയൂർ വൃശ്ചിക വാണിഭത്തിൽ എത്തണം. അതിനുള്ള അവസരമാണ് ഇനിയുള്ള ഒരാഴ്ചക്കാലം. ചരിത്രവും സാംസ്കാരിക പെരുമയും വിളിച്ചോതുന്ന വൃശ്ചിക വാണിഭത്തിന് നാളെ തിരിതെളിയും. രാവിലെ 9 മണിക്ക് തെള്ളിയൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗജമണ്ഡപത്തിൽ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പ് ഭദ്രദീപം കൊളുത്തും. പരമ്പരാഗത അവകാശികൾ ധാന്യങ്ങൾ വിതറി കോഴിയെ പറപ്പിച്ചു ചടങ്ങിന് തുടക്കം കുറിക്കും. പിന്നെ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന മേള നാടിന്റെ ഉത്സവം തന്നെ. ഗ്രാമീണ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശന വിപണന മേളയോടൊപ്പം വൃശ്ചിക വാണിഭത്തിന്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഉപ്പിട്ടുണങ്ങിയ ശുദ്ധമായ സ്രാവുകൾ ആണ്. അവർണർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കൂടാതിരുന്ന കാലത്ത് വൃശ്ചികം 1-ന് തെള്ളിയൂർ ദേവിക്ക് കാണിക്കയായി അരയകുലം സമർപ്പിച്ചിരുന്ന വഴിപാടായ ഉണക്കസ്രാവാണ് ഇപ്പോഴും ആചാരപെരുമയോടെ വൃശ്ചിക വാണിഭത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. വൃശ്ചികം 1-ന് മാത്രം അവർണർ ക്ഷേത്ര മതിൽക്കകത്ത് സമ്മേളിക്കുക എന്ന ഐതിഹ്യമാണ് ഇന്നും പെരുമയോടെ പിന്തുടർന്നു പോകുന്നതും എല്ലാ ഉപകരണങ്ങളും വിളകളും ഉൽപ്പന്നങ്ങളും എത്തിച്ച് വിപണി ഒരുക്കുന്നതും നാടാകെ അത് ഏറ്റെടുത്ത് ഉത്സവമാക്കി മാറ്റുന്നതും എല്ലാം. തെള്ളിയൂരിന്റെ പെരുമ വൃശ്ചിക വാണിഭത്തിലൂടെ എല്ലാ മലയാളികളിലും എത്തുകയാണ്. ഒപ്പം പഴമയിലേക്ക് ഒരു എത്തിനോട്ടവും രുചിക്കൂട്ടുകളുടെ സംഗമവും. റാന്നി സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനർക്കായി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. ഇടമുറിയിൽ നടന്ന ഭവന നിർമ്മാണത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നു.
റാന്നി സിറ്റഡൽ സ്കൂൾ 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2 ഭവനങ്ങൾ നിർധനരായ സ്കൂൾ കുട്ടികൾക്ക് നിർമ്മിച്ചു നൽകുന്നു. ഇടമുറിയിൽ പണിയുന്ന ഭവനത്തിന്റെ കോൺക്രീറ്റിംഗ് സിറ്റഡൽ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ബെന്നി കൊടിമരത്തുമൂട്ടിൽ കോൺക്രീറ്റിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷീബി ജോസഫ്, പഞ്ചായത്ത് മെമ്പറും PTA അംഗവുമായ ജോമോൻ ചാത്തനാട്, PTA വൈസ് പ്രസിഡന്റ് ഷിബു സാമുവൽ, ജോൺ തോമസ്, ദേവസ്യ വട്ടമറ്റം, സിറ്റഡൽ സ്കൂൾ അധ്യാപകരായ ആൻസൻ, ബിബിൻ, സുനു PG എന്നിവരും ഇടമുറിയിലെ നാട്ടുകാരും 25ഓളം സ്കൂൾ കുട്ടികളും ഈ സംരംഭത്തിൽ പങ്കെടുത്തു. ചെറിയ സംഭാവനകൾ ആദ്യ വെള്ളിയാഴ്ചകളിൽ സ്വീകരിച്ച സഹപ്രവർത്തകരുടെ സഹായത്തിനായി മാറ്റുന്നു. ഇതിലൂടെ സ്നേഹം പങ്കുവയ്ക്കുക, കൂട്ടായ്മ എന്നിവ പഠിക്കുന്നു. കൂടാതെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, തൊഴിലിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുക എന്നിവയെല്ലാം കുട്ടികൾക്ക് വെളിവാകുന്നതിന് ജൂബിലി സ്മാരക ഭവന നിർമ്മാണത്തിലൂടെ സ്കൂൾ ലക്ഷ്യമിടുന്നു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലും ഇതിനോട് ചേർന്ന വനപ്രദേശങ്ങളിലും ആഹാര അവശിഷ്ടങ്ങളും പഴം, പച്ചക്കറി അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് നിർത്തലാക്കി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ R. ഗിരിജ ഉത്തരവായി. പൊതുജനങ്ങളുടെ ആരോഗ്യവും ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് ഉത്തരവ്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പമ്പയിലും അനുബന്ധ പ്രദേശങ്ങളിലും അയ്യപ്പ ഭക്തരുടെ സുരക്ഷിത യാത്ര ലക്ഷ്യം വെച്ച് മോട്ടോർ വാഹന വകുപ്പും റോഡ് സുരക്ഷാ അതോറിറ്റിയും ചേർന്ന് നടപ്പാക്കുന്ന സേഫ് സോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ 3:30 നടക്കും. രാജു അബ്രഹാം MLA അധ്യക്ഷതയിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം ഇലവുങ്കലിൽ നിർവഹിക്കും. ആന്റോ ആന്റണി MP, PC ജോർജ് MLA, ജില്ലാ കളക്ടർ R. ഗിരിജ, ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നു. നാളെ വൃശ്ചികം 1. റാന്നി വൈക്കം ഗവൺമെന്റ് UP സ്കൂൾ വക സ്ഥലം അളന്നു തിട്ടപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമടക്കം സമരത്തിലേക്ക്. തെള്ളിയൂർ വൃശ്ചികവാണിഭം നാളെ ആരംഭിക്കും. രാവിലെ 9-ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് TN ഉപേന്ദ്രനാഥ് കുറുപ്പ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.